MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. പപ്പടം കൊണ്ട് നല്ല ടേസ്റ്റി ആയ ഒരു ചമ്മന്തിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ചോറിനോടൊപ്പവും ഇഡലി ദോശയോടൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചമ്മന്തിയാണിത്. ഇതിനായി 6 പപ്പടം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. 10 ചെറിയുള്ളി വേണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. 6 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം വാളൻപുളി, 1/2 കപ്പ് തേങ്ങ ചിരവിയത്, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും വേണം. ഈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ പപ്പടം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്ക് വേണമെങ്കിൽ പപ്പടം മുഴുവനായിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ കൂടുതൽ എണ്ണ വേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ് ഞാനിത് മുറിച്ച് ഫ്രൈ ചെയ്യുന്നത്. പപ്പടമെല്ലാം ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ ഉള്ളിയും ഇഞ്ചിയും ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇപ്പോൾ ഇതെല്ലാം വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ആറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് പപ്പടം ഇട്ട് കൊടുക്കാം. ഇനി വഴറ്റി വെച്ച ഉള്ളിയും മുളകുമൊക്കെ ചേർക്കാം. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് തേങ്ങ ചിരവിയതും വാളൻപുളിയും ഉപ്പും ചേർക്കാം. പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. വേണമെങ്കിൽ പിന്നീട് നോക്കിയിട്ട് ചേർക്കാം. ഇനി ഇത് ഒന്നുകൂടി ക്രഷ് ചെയ്തെടുക്കണം. അധികം അരഞ്ഞു പോകാതെ തരിതരിപ്പായിട്ട് അരച്ചാൽ മതി. നമ്മുടെ പപ്പട ചമ്മന്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർക്കാം. കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇതിന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.